ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ ആ വിവാദ ചിത്രമായ ദി കേരള സ്റ്റോറിയും ലവ് ജിഹാദും ഒക്കെ ചർച്ചയാവുകയാണ്. അതിന് കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി കഴിഞ്ഞാൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഇടുക്കി അതിരൂപത വിശ്വാസോത്സവം എന്നൊരു പരിപാടിയോടനുബന്ധിച്ച് +2 വരെയുള്ള കുട്ടികൾക്ക് ദി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു എന്ന വാർത്ത ഇന്നാണ് പുറത്തു വരുന്നത്. ആ വാർത്ത പുറത്തു വന്നതിനോടൊപ്പം അതിനെ ന്യായീകരിച്ച് ഇടുക്കി അതിരൂപതയുടെ വക്താവായിട്ടുള്ള ഫാദർ ജിൻസ് കാരക്കാട്ട് രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ലവ് ജിഹാദ് എന്നൊന്നുണ്ട് എന്നും പല പെൺകുട്ടികളും പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നത് കൊണ്ടാണ് ഈ സബ്ജക്റ്റ് ഏറ്റെടുത്തതെന്നുമാണ് അദ്ദേഹം ഇതിനെ ന്യായീകരിക്കുന്നത്. എന്താണ് ഈ ലവ് ജിഹാദ്? ലവ് ജിഹാദ് എന്നൊന്നുണ്ടോ? ഈ ചോദ്യം ഏറ്റവും അവസാനമായി ഇന്ത്യൻ പാർലമെന്റിൽ ഉയർന്നു കേൾക്കുന്നത് 2020 ഫെബ്രുവരിയിലാണ്. അന്ന് ചാലക്കുടി MP ആയിട്ടുള്ള ബെന്നി ബെഹന്നാൻ കേരളത്തിലെ ലവ് ജിഹാദ് കേസുകളെ കുറിച്ചും ലവ് ജിഹാദ് കേസുകളെ മൊത്തത്തിൽ കുറിച്ചും ഒരു ചോദ്യം പാർലമെന്റിൽ ചോദിച്ചു. ഇതിന് മറുപടിയായി പാർലമെന്റിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ സഹമന്ത്രിയായിട്ടുള്ള ജി കൃഷ്ണൻ റെഡ്ഡി, നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിയായിട്ടുള്ള ജി കൃഷ്ണൻ റെഡ്ഡി ഒരു മറുപടി നൽകുകയുണ്ടായി. ആ മറുപടിയിൽ ഇപ്പോൾ വ്യക്തമായി പറയുന്നുണ്ട്, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു സെൻട്രൽ ഏജൻസിയും, അതായത് NIA-യും CBI-യും പോലെയുള്ള വിവിധ സെൻട്രൽ ഏജൻസികൾ ഒന്നും തന്നെ ലവ് ജിഹാദ് എന്ന് വിളിക്കപ്പെടാൻ കഴിയുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ കേരളത്തിലെ ചില 2 ഇതര മതസ്ഥർ തമ്മിലുള്ള വിവാഹം സംബന്ധിച്ച കേസ് NIA അന്വേഷിക്കുന്നുണ്ട്. അതൊഴിച്ചാൽ ഈ പ്രചരണത്തിന് കരുത്തേകുന്ന യാതൊരു ഡാറ്റയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കൈവശം 2020 ഉണ്ടായിരുന്നില്ല എന്ന് അവരുടെ തന്നെ മന്ത്രി പാർലമെന്റിൽ സമ്മതിച്ചിട്ടുള്ളതാണ്. അതിനർത്ഥം ലവ് ജിഹാദ് എന്നൊന്നില്ല എന്ന് തന്നെയാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാനായി സംഘപരിവാർ പടച്ചുണ്ടാക്കിയ ഒരു പ്രചരണ ആയുധമാണ് ഈ ലവ് ജിഹാദ് എന്നത്. ലവ് ജിഹാദിലൂടെ അവർ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം ചെറുപ്പക്കാർ വലിയ രീതിയിൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് തീവ്രവാദ പ്രവർത്തനത്തിന് കൊണ്ടുപോകുന്നു എന്നാണ്. എന്നാൽ ഇത് തെളിയിക്കുന്ന യാതൊരു തെളിവും 2014 മുതൽ അധികാരത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിന് നേടാൻ അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മുൻപ് ചില ഹൈക്കോടതി വിധികളും സമാനമായ രീതിയിൽ ഈ ലവ് ജിഹാദ് എന്നത് വെറും ഒരു കാൽപ്പനിക കഥ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കൽപ്പിത കഥ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്തായാലും 2020 ജി കൃഷ്ണൻ റെഡ്ഡി എന്ന നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രി നൽകിയ, ആഭ്യന്തര വകുപ്പിലെ സഹമന്ത്രി നൽകിയ മറുപടി തന്നെ ഈ ലവ് ജിഹാദ് എന്നൊന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്നിട്ടും കേരളത്തെ ഉൾപ്പെടെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ലവ് ജിഹാദ് ആരോപണത്തിന് ശക്തി പകരാൻ ദി കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ പുറത്തിറങ്ങുന്നത്. ദി കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾക്ക് വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ ഒരു കാരണമായത് ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും ഒക്കെ BJP സർക്കാരുകൾ അതിന് നികുതി ഇളവ് പോലും ചെയ്തു കൊടുത്തപ്പോഴാണ്. അങ്ങനെ നരേന്ദ്രമോദിയും അമിത്ഷായും വരെയുള്ള BJP നേതാക്കൾ വരെ ഈ സിനിമയ്ക്ക് പ്രചാരണം നൽകാൻ രംഗത്തിറങ്ങിയ ഒരു ഘട്ടമുണ്ടായി. ആ ഘട്ടത്തിലാണ് ഈ സിനിമ വലിയ ചർച്ചയാവുന്നത്. ഈ സിനിമ ആദ്യം പറയുന്നത് 35,000-ഓളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ലവ് ജിഹാദിൽ അകപ്പെട്ടു എന്നാണ്. എന്നാൽ പിന്നീട് അവർ ഈ 35,000 എന്നത് കുറച്ച് 35 ആക്കി, പിന്നീട് അത് 3 ആക്കി. അങ്ങനെ എണ്ണം കുറച്ച് കൊണ്ടുവരുന്ന ഒരു കലാപരിപാടിയും ഇതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ലവ് ജിഹാദ് എന്ന ആരോപണവും ഈ ദി കേരള സ്റ്റോറി എന്ന സിനിമയും കേരളത്തെ അപമാനിക്കുക, അതുവഴി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കുന്ന ഒന്നും മാത്രമാണ്. ഏറ്റവും ദുഃഖകരമായ വസ്തുത, കേരളത്തിലെ ചില ക്രിസ്ത്യൻ സഭകൾ പോലും ഈ സംഘപരിവാറിൻ്റെ കുപ്രചരണത്തിൽ വീണു പോകുന്നുണ്ട് എന്നത് തന്നെയാണ്.